നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. ഉച്ചവരെ ശരാശരി 35% പോളിംഗ് രേഖപ്പെടുത്തി. കൊല്ലത്തും ആലപ്പുഴയിലും 33%, പത്തനംതിട്ടയിൽ 30% പോളിംഗ്. വോട്ടിംഗ് മെഷീൻ തകരാറിൽ. ചിലയിടങ്ങളിൽ പോളിംഗ് വൈകി. കുണ്ടറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. കുണ്ടറയിൽ 2 മണിക്കൂറിലധികം പോളിംഗ് വൈകി. സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ബൂത്തുകളിൽ സ്ഥാനാർത്ഥികളുടെ സന്ദർശനം. പ്രതീക്ഷ കൈവിടാതെ സ്ഥാനാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. ഉച്ചവരെ ശരാശരി 35% പോളിംഗ് രേഖപ്പെടുത്തി. കൊല്ലത്തും ആലപ്പുഴയിലും 33%, പത്തനംതിട്ടയിൽ 30% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഉച്ചവരെ ശരാശരി 35% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലത്തും ആലപ്പുഴയിലും 33% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ 30% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചതു മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. മിക്ക ബൂത്തുകളിലും ഉച്ചവരെ നീണ്ട ക്യൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് വൈകിയത് നീണ്ട ക്യൂവിന് കാരണമായി. നിലവിലത്തെ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ പൊതുവെ വെച്ചു പുലർത്തുന്നത്. സംസ്ഥാനത്ത് പൊതുവെ തെക്കൻ കേരളത്തിലാണ് രാവിലെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവാണ് ഉള്ളത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഈ അവസ്ഥ മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും 3 ആഴ്ചക്കാലത്തെ മുന്നണികളുടെ സജീവമായ പ്രവർത്തനങ്ങൾ പോളിംഗ് ശതമാനം ശക്തമാകാൻ കാരണമായിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായത് പോളിംഗ് വൈകാൻ കാരണമായി. കുണ്ടറയിലെ പെരുനാട് 11 നമ്പർ ബൂത്തിലും കരുനാഗപ്പള്ളി തൊടിയൂരിലെ 201 നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. ഇരവിച്ചിറ 106 നമ്പർ ബൂത്തിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് മണിക്കൂറുകളോളം പോളിംഗ് വൈകി. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ 29 നമ്പർ ബൂത്തിലാണ് 2 മണിക്കൂറിലധികം വോട്ടിംഗ് തടസ്സപ്പെട്ടത്. കേരളപുരം ആൽഫ കാശുവിലെ 29 നമ്പർ ബൂത്തിലായിരുന്നു യന്ത്ര തകരാറിനെ തുടർന്ന് മണിക്കൂറുകൾ വോട്ടിംഗ് തടസ്സപ്പെട്ടത്. വോട്ടിംഗ് ആരംഭിച്ച് അരമണിക്കൂർ കഴിഞ്ഞയുടൻ ഇവിടെ യന്ത്രം തകരാറിലായി. തുടർന്ന് യന്ത്രങ്ങൾ മാറ്റിവെച്ചെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. വോട്ട് ചെയ്യാനായി ക്യൂബിൽ നിന്നവർ പലരും വോട്ട് ചെയ്യാതെ മടങ്ങി. 3 വിവിപാറ്റ് മെഷീനും 2 കൺട്രോൾ യൂണിറ്റുകളും മാറ്റിവെച്ചതിനു ശേഷം രാവിലെ 9:40 ഇവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലങ്ങളിൽ വോട്ടുള്ളവർ രാവിലെ വോട്ട് ചെയ്ത ശേഷം പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. മണ്ഡലത്തിന് പുറത്തുള്ളവർ വോട്ട് ചെയ്തതിനു ശേഷം സ്വന്തം മണ്ഡലങ്ങളിലെത്തി പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മറ്റ് പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കാനായി പോയത്. കരുനാഗപ്പള്ളി, കോഴിക്കോട്, മുഴങ്ങോട്ടുവിള SKB UPSലാണ് കരുനാഗപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി താര വോട്ട് രേഖപ്പെടുത്തിയത്. 162 ബൂത്തിലായിരുന്നു അഡ്വക്കേറ്റ് MS താരയുടെ വോട്ട്. ശാസ്താംകോട്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുണ്ടറ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പോളിംഗ് ബൂത്തുകളും പാർട്ടി പ്രവർത്തകരെയും സന്ദർശിച്ചു. തേവലക്കര സ്കൂളിലാണ് കുന്നത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ വോട്ട് ചെയ്യാനെത്തിയ അദ്ദേഹം ക്യൂവിൽ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ കുണ്ടറ ചെറുമൂട് LMS LPS സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്.
പത്തനാപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല രാവിലെ തന്നെ പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പം എത്തിയായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തത്. ഇരവിപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സജി ഡി ആനന്ദ പുത്തന്നട ഗവൺമെന്റ് LP സ്കൂളിലെ 103 നമ്പർ ബൂത്തിൽ രാവിലെ 8-ന് വോട്ട് രേഖപ്പെടുത്തി. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ് രാവിലെ 7-ന് വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. 8 മണിയോടെ AVHSലെ ബൂത്തിലാണ് CR മഹേഷ് വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് വിവിധ ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാർ കല്ലിമേലിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുത്താര രാജ പറയംകുളം ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ ഓച്ചിറ വയനകത്തെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കുണ്ടറയിലെ 29 നമ്പർ ബൂത്തിൽ 2 മണിക്കൂറിലധികമാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്നാണ് ഇവിടെ പോളിംഗ് തടസ്സപ്പെട്ടത്. വോട്ടിംഗ് ആരംഭിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ യന്ത്രം തകരാറിലാവുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത് പോളിംഗ് വൈകുന്നതിന് കാരണമായി. കുണ്ടറ മണ്ഡലത്തിലെ പെരിനാട് GHSSലെ 11 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ഇതേ തുടർന്ന് ഇവിടെ പോളിംഗ് വൈകി. ഇരവിച്ചിറ LPSലെ 106 നമ്പർ ബൂത്തിൽ യന്ത്രം കേടായി. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം വോട്ടർമാർക്ക് ക്യൂവിൽ നിൽക്കേണ്ട സ്ഥിതിയുണ്ടായി. എങ്കിലും ക്ഷമയോടെ കാത്തുനിന്നാണ് വോട്ടർമാർ വോട്ട് ചെയ്തത്. കുന്നത്തൂർ മണ്ഡലത്തിലാണ് ഇരവിച്ചിറ LPS. കരുനാഗപ്പള്ളി തൊടിയൂർ LVUPSലെ 201 നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ഇതേ തുടർന്ന് 1 മണിക്കൂറിലധികം ഇവിടെ പോളിംഗ് തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വരയൻ പുലികൾ ചിത്ര പ്രദർശനം ശ്രദ്ധ നേടുന്നു. ആശ്രാമം 8 പോയിന്റ് ആർട്സ് കഫയിലാണ് ആർട്ടിസ്റ്റ് അബിയുടെ ശിഷ്യരായ വിദ്യാർത്ഥികൾ ചേർന്ന് ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം 11-ന് സമാപിക്കും. 4ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനമാണ് വരയൻ പുലികൾ എന്ന പേരിൽ ആശ്രാമം 8 പോയിന്റ് ആർട്ട് കഫേയിൽ നടന്നു വരുന്നത്. ആർട്ടിസ്റ്റ് അബിയുടെ ശിഷ്യന്മാരുടേതാണ് ചിത്രപ്രദർശനം. കൊല്ലം ജില്ലയിലെ 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N ദേവിദാസ് നിർവഹിച്ചു. നല്ലൊരു ശുഭദിനം വരയൻ പുലികൾ എന്ന പേരിൽ ഒരു ആർട്ട് എക്സിബിഷൻ പ്രോഗ്രാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വെക്കേഷൻ ദിനങ്ങളിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ എക്സിബിഷൻ പെയിന്റിംഗ് പ്രദർശനം ചിത്രപ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ പുതിയ തലമുറയിലെ കുട്ടികൾ സാധാരണ നിലയിൽ മറ്റ് മൊബൈലിനൊക്കെ അടിപ്പെട്ട് അവരുടെ ഭാവന സമ്പന്നമായിട്ടുള്ള അവരുടെ സർഗശേഷി മറ്റൊരു രീതിയിൽ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം. ഏറ്റവും സന്തോഷം നൽകുന്ന, മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കലാസൃഷ്ടികൾ കാണാനും. ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ലൈഫ് കോച്ച് സുജ ആർ മോഹൻ, വി കിഡ്സ് ഗ്ലോബൽ സ്കൂൾ ഡയറക്ടർ വീണ GS, ആർട്ട് ഓഫ് ലിവിംഗ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പ്രദീപ് G, റൈസിംഗ് കൊട്ടിയം പ്രസിഡന്റ് അലോഷ്യസ് റൊസാരിയോ, അസീറിയം, രാജേഷ് ആധാരം തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരിലെ കലാപ്രതിഭയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള വിപുലമായ ചിത്രരചനാ പ്രദർശനമാണ് വരയൻ പുലികൾ എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രപ്രദർശനം 11-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിഷു സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്ത്, മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത്, ചെന്നൈ സെൻട്രൽ കൊല്ലം എന്നീ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 11-ാണ് ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്തിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. വിഷു സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ 10-ന് രാത്രി 11:55-ന് ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് വൈകിട്ട് 6-ന് തിരുവനന്തപുരം നോർത്തിലെത്തും. മടക്ക ട്രെയിൻ 15-ന് വൈകിട്ട് 3:45-ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11:45-ന് ചെന്നൈയിലെത്തും. പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ.
മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ ട്രെയിൻ 11 വൈകിട്ട് 6 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:30 തിരുവനന്തപുരത്തെത്തും. മടക്ക ട്രെയിൻ 12 രാവിലെ 8:30 പുറപ്പെട്ട് രാത്രി 8:45 മംഗളൂരുവിലെത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ. ചെന്നൈ സെൻട്രൽ കൊല്ലം സ്പെഷ്യൽ 15 ഉച്ചകഴിഞ്ഞ് 3:10 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:55 കൊല്ലത്തെത്തും. മടക്ക ട്രെയിൻ 16 രാവിലെ 10:40 കൊല്ലത്തുനിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ 3:30 ചെന്നൈയിലെത്തും. കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. റോഡരികിലെ ഓടയിൽ കാലുവീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. കൊറ്റൻകുളങ്ങര കടത്താറ്റുവയൽ പടിഞ്ഞാറ് തങ്കമണിക്കാണ് പരിക്കേറ്റത്. മത്സ്യം വാങ്ങാൻ റോഡരികിൽ നിൽക്കുമ്പോൾ വാഹനം വരുന്നത് കണ്ട് മാറിയപ്പോഴാണ് കാലോടയിൽ വീണത്. ചവറയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞാനങ്ങ് പേടിച്ച്, നല്ലോണം പേടിച്ച് വിറച്ചങ്ങ് വിറയൽ പോലെ ആയിപ്പോയെന്ന്. അപ്പോഴെല്ലാവരും കൂടെ എന്നെ താങ്ങി പിടിച്ചിരുന്നേത്. അങ്ങോട്ട് നീക്കല്ലേ. ചവറ കൊറ്റൻകുളങ്ങര കടത്താറ്റുവയൽ പടിഞ്ഞാറ് സ്വദേശി തങ്കമണിക്കാണ് സാരമായി പരിക്കേറ്റത്. മത്സ്യം വാങ്ങാനായി റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇവർ വാഹനം വന്നപ്പോൾ മാറിയപ്പോഴാണ് ഓടയ്ക്കുള്ളിലേക്ക് കാൽ വീണത്. ഇവരുടെ ബഹളം കേട്ട് സമീപവാസികൾ ഓടിയെത്തി തങ്കമണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇവരെത്തി 3/4 മണിക്കൂറോളം യത്നിച്ചാണ് തങ്കമണിയെ പുറത്തെടുത്തത്. ഞാൻ എല്ലാവരും വഴി ചെന്ന് നിന്ന് മീൻ വല്ലതും വരുന്നെങ്കിൽ മേടിക്കാമെന്നും പറഞ്ഞ് അവിടെ പോയി നിന്ന്. അന്നേരം വടക്കുന്ന ഒരു കാറ് വന്നു. ഞാൻ അന്നേരം പുറന്നോട്ട് നടന്ന്. അങ്ങനെ എൻ്റെ കാല് എന്ന് ഓടയ്ക്കകത്ത് വീണു. അന്നേരം ഓടയ്ക്കകത്തുനിന്ന് എനിക്ക് കാലെടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം വസന്ത ഉണ്ടായിരുന്നു. അവരവരുടെ വീട്ടിലോട്ട് പോയി. ഞാൻ വസന്തയെന്നും പറഞ്ഞ് ഞാൻ വിളിച്ച്. അപ്പോഴേ വസന്ത ഓടി വന്നു. അപ്പോഴേ സുമയെ വിളിച്ച്. സുമ ഓടി വന്നു. അവരെല്ലാവരും നോക്കിയപ്പോൾ കാലെടുക്കാൻ വയ്യ. അപ്പോഴത്തേക്ക് പിന്നെ കുറേ ആളുകളെല്ലാം കൂടെ വന്നു. ഇല്ല, ഞാനവിടെ വീണവിടെ ഇരിക്കുകയായിരുന്നു. കാല് വലിച്ചു നോക്കി, എന്നിട്ട് എടുക്കാൻ വയ്യായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ പാർട്ടിക്കാരെല്ലാം കൂടെ കുറച്ച് പേര് വന്നു. പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വണ്ടിയും വന്ന് 5-6 പോലീസുകാരും ഒക്കെ ആയിട്ട് വന്നു. പിന്നീട് ആംബുലൻസ് എത്തിച്ച് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ചൂട് കനത്തു. പുനലൂരിൽ താപനില റെക്കോർഡ് ഭേദിക്കുന്ന സ്ഥിതിയാണ്. രാവിലെ 11 മണിയാകുന്നതോടെ പൊള്ളുന്ന ചൂടാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നായ പുനലൂരിൽ താപനില റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അനുഭവപ്പെടുന്ന കഠിനമായ ഉഷ്ണത്തിൽ ജനജീവിതം ദുസ്സഹമാണ്. താപനില കുതിച്ചുയരുന്നതോടെ ദാഹമകറ്റാൻ വഴിയോരങ്ങളിലെ തണ്ണീർപ്പന്തലുകളിലും ശീതളപാനീയ കടകളിലും ജനത്തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി കഴിയുന്നതോടെ നഗരത്തിൽ ഇറങ്ങാൻ വയ്യാത്ത വിധം ചൂടാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും ബസ് സ്റ്റാൻഡിലും പ്രവർത്തിക്കുന്ന ജ്യൂസ് സെന്ററുകളിൽ ഏറെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ചൂടിൽ ഏറ്റവും അധികം വലയുന്നത്. കിണറുകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് താഴ്ന്നതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ ആരും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാത്ത അവസ്ഥയാണ്. നാരങ്ങ വെള്ളം, കുലുക്കി സർബത്ത്, സംഭാരം എന്നിവയ്ക്ക് പുറമെ തണ്ണിമത്തൻ വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. നഗരത്തിലെ ഐസ്ക്രീം പാർലറുകളിലും ജ്യൂസ് കടകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഇത് മികച്ച സീസണാണെങ്കിലും അമിതമായ ചൂട് പഴവർഗ്ഗങ്ങൾ വേഗത്തിൽ നശിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിക്കുറിശി സുകുമാരൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ചലച്ചിത്ര പുരസ്കാരം സോഹൻ റോയ് ഏറ്റുവാങ്ങി. പുനലൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സംവിധായകൻ ബ്ലസ്സിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരം ഹോളിവുഡ് സംവിധായകനും കവിയും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപക ചെയർമാനുമായ സർ സോഹൻ റോയ് ഏറ്റുവാങ്ങി. കലാസാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു പുരസ്കാരം. പുനലൂരിൽ സംഘടിപ്പിച്ച തിക്കുറിശി അവാർഡ് വിതരണ സന്ധ്യയിൽ സംവിധായകൻ ബ്ലസ്സി പുരസ്കാരം സമ്മാനിച്ചു. 30 രാജ്യങ്ങളിൽ 85 സ്ഥാപനങ്ങളുള്ള ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സ്ഥാപക ചെയർമാൻ കൂടിയാണ് സോഹൻ റോയ്.
ബേബി മാത്യു സോമതീരം, ബാലു കിരിയത്ത്, ടി.പി. ശാസ്തമംഗലം, രാജൻ ബി പുഴിയൂർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. മികച്ച നടനായി ജോജോ ജോർജിനെയും മികച്ച നടിയായി ലിജോ മോളെയും തെരഞ്ഞെടുത്തിരുന്നു. അവാർഡ് സന്ധ്യയുടെ ഭാഗമായി നിരവധി കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പരിപാടികളും അരങ്ങേറി. താൻ ഇഷ്ടപ്പെടുന്ന പ്രധാന 3 മേഖലകളെ മുൻനിർത്തിക്കൊണ്ട് അവാർഡ് നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അത് ജന്മനാട്ടിൽ നിന്ന് ലഭിക്കുന്നതിൽ ഇരട്ടി മാധുര്യമാണെന്നും സോഹൻ റോയ് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള ചിത്രങ്ങളുടെ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അതിനായി ഏരി സംഘടിപ്പിച്ച AI സിനിമാ ഫെസ്റ്റിവലിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിചാരിക്കുന്നത് ഞാൻ ആർക്കും പഠിക്കുന്നത് ചോദിച്ചാൽ തിക്കുറിശി സാറിന് പഠിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഞങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. പുള്ളി നാട് വിട്ടിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. പുള്ളി 100-ലേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാൻ 100-ലേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷം. മഞ്ചേരി ഞാൻ 22 വർഷം മുമ്പ് മഞ്ചേരി എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വിരഹതം ഗുരു എന്ന് പറഞ്ഞ ഒരു ഗാനം പാടിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാറിലേക്ക് പോയ 3 ഗാനം ഞാനാണ് എഴുതിയത്. പക്ഷേ ഈ നമ്മുടെ തികൃഷി ചേട്ടൻ്റെ ഒരുപാട് പ്രശസ്തമായ ഗാനങ്ങൾ നമുക്ക് പലർക്കും അറിയില്ല. ആക്ച്വലി പച്ചപ്പനെങ്കിൽ ഒരു ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. ഉച്ചവരെ ശരാശരി 35% പോളിംഗ് രേഖപ്പെടുത്തി. കൊല്ലത്തും ആലപ്പുഴയിലും 33%, പത്തനംതിട്ടയിൽ 30% പോളിംഗ്. വോട്ടിംഗ് മെഷീൻ തകരാറിൽ. ചിലയിടങ്ങളിൽ പോളിംഗ് വൈകി. കുണ്ടറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. കുണ്ടറയിൽ 2 മണിക്കൂറിലധികം പോളിംഗ് വൈകി. സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ബൂത്തുകളിൽ സ്ഥാനാർത്ഥികളുടെ സന്ദർശനം. പ്രതീക്ഷ കൈവിടാതെ സ്ഥാനാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.